പുരുഷന്മാർ കരയാൻ പാടില്ല. അങ്ങനെയുണ്ട്, മിക്കപ്പോഴും കേൾക്കുന്നുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇപ്പോഴറിയാം, കൊച്ചു പിള്ളേരുണ്ടല്ലോ, കുഞ്ഞു കുട്ടികൾ, അവരെന്തെങ്കിലും കാര്യത്തിന് കൂടുതൽ സമയം കരയുകയാണെങ്കിൽ, ഒത്തിരി നേരമല്ല, കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയും, അയ്യേ ആൺപിള്ളേർ കരയുമോ, നാണക്കേടല്ലേ, ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അത് സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പറയുമ്പോൾ നാണക്കേട് വിചാരിച്ച് കരയാതിരിക്കുമല്ലോ എന്ന്. കുറച്ച് നേരമൊക്കെ അല്ലേ അവരുടെ കരച്ചിൽ കേൾക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ കൂടുതൽ സമയമാകുമ്പോൾ. പക്ഷേ പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പുരുഷന്മാരുടെ ആ കരച്ചിൽ അവർ വേണ്ടാന്ന് വെക്കുന്നതാണ് അവർക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ സമ്മർദ്ദം പുറത്തേക്ക് കളയാൻ, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കരയുന്നത് ഉപകാരം ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. കാരണം ചിരിക്കുന്നത് നമ്മുടെ ആയുസ്സ് കൂട്ടും, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളെയും ഉണർത്തും എന്നാണ്. അതാണ് ആ ചിരിയുടെ പ്രത്യേകത. ശരീരം ഒരുപോലെ വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പം അതേപോലെ തന്നെ ഉള്ള ഒന്നാണ് കരയുക എന്നുള്ളത്. കരച്ചിലിനെ ഒരു നെഗറ്റീവായിട്ട് കണ്ടാലും സാരമില്ല. നമ്മുടെ ഒരുപാട് ഉള്ളിൽ സ്ട്രെസ്സ് നിറയുമ്പോൾ അതിനെ പുറത്തേക്ക് വിടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കരച്ചിൽ. നമുക്ക് അത്രയധികം സ്ട്രെസ്സ് വന്നിട്ടും നമ്മൾ കരയുന്നില്ല എങ്കിൽ അത് നമ്മുടെ മാനസികാവസ്ഥ നല്ലതല്ല എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായി? ചിലർക്കിങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. എത്ര നേരം വേണമെങ്കിലും ആ സങ്കടങ്ങളെ ഇങ്ങനെ ഉള്ളിലൊതുക്കി ഇങ്ങനെ പിടിച്ചു നിർത്തും. പക്ഷേ അത് ഒരുപാട് നേരം അങ്ങനെ ആ പിടിച്ചു നിർത്തുന്ന ആ സങ്കടം അത് നിങ്ങളുടെ മനസ്സിനെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ചു നിന്ന് ആരെയും കാണിക്കാതെ നിൽക്കുന്നത് അത് നല്ലതല്ല. പക്ഷെ നിങ്ങളുടെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രത്യേകിച്ച് കരുത്ത് കൂടുതൽ കാണിക്കേണ്ടത് പുരുഷന്മാരാണ്. അപ്പോൾ അവർക്ക് സ്ത്രീകളുടെ മുന്നിൽ അവർ കരഞ്ഞാൽ ആ സ്ത്രീകൾക്ക് വീണ്ടും വിഷമം കൂടുകയുള്ളൂ എന്നൊക്കെയുള്ള ഇത് വരുമ്പോഴത്തേക്കും ധൈര്യം കാണിക്കേണ്ടത് മുഴുവൻ കടമയും ആണുങ്ങളുടേതാണ് എന്ന രീതിയിലാണ് നമ്മുടെ സമൂഹം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുരുഷന്മാരായതുകൊണ്ട് കരയാൻ പാടില്ല, അവർക്ക് വിഷമവും ഇല്ല എന്നുള്ള രീതി ചിന്തിക്കുന്നവരാണ് തെറ്റ്. നിങ്ങൾക്കും വിഷമമുണ്ട്, നിങ്ങൾക്കും സ്ട്രെസ്സുണ്ട്, നിങ്ങളതിനെ പുറത്തേക്ക് വിടുക തന്നെ വേണം. അതിന് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സുഹൃത്തോ, അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് തനിയൊരിടം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഒരിടം കണ്ടെത്തുക. മറ്റാരും കാണണമെന്നില്ല. നിങ്ങളുടെ സ്ട്രെസ്സ് നിങ്ങൾ പുറത്തേക്ക് വിട്ട് അതിനെ ഇല്ലാതാക്കുക. കരയണമെങ്കിൽ തീർച്ചയായിട്ടും കരയുക തന്നെ വേണം. അല്ലാതെ മനസ്സിന് ഭാരം കൊടുക്കാൻ പാടില്ല.